ഹായ് എവരിവൺ. ഹലോ ബീന ചേച്ചി. ഹായ് ചേച്ചി. എന്റെ പേര് കൃഷ്ണ എന്നാണ്. ഞങ്ങൾക്കൊരു കുക്കിംഗ് ചാനൽ ഉണ്ട്, കിച്ചൂസ് കിച്ചൺ എന്നാണ് പേര്. ഇതെന്റെ ഹസ്ബൻഡാണ്. എന്റെ പേര് മജു എന്നാണ്. അപ്പോ ഞങ്ങള് റീസെന്റ് ഏകദേശം കഷ്ടിച്ച് ഒരു മാസമായി ആയിട്ടേ ഉള്ളൂ ഞങ്ങളൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയത്. അപ്പോ ഞാൻ കുക്കിംഗ് ചാനൽ ഇടയ്ക്ക് ഒരു മാസം കഷ്ടിച്ച് ഒരു മാസം ആവണുള്ളൂ. അപ്പോ ഈ ഒരു കുക്കിംഗ് ചാനൽ ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ കിച്ചു കൊണ്ടുവരുന്ന ഒരു റെസിപ്പി കുറെ ട്രൈ ചെയ്ത് എൻ്റെ ട്രൈ ചെയ്തിട്ട് അത് സക്സസ്ഫുൾ ആകുമ്പോഴാണ് കിച്ചു എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ വന്നിട്ട് കിച്ചുവിന്റെ റെസിപ്പി അത് എങ്ങനെയുണ്ടെന്ന് എന്റെ റിവ്യൂ പറയാറുണ്ട്. ഞാൻ എന്തുണ്ടാക്കിയാലും അത് ആദ്യം തന്നെ മജുവിനായിട്ട് പരീക്ഷിച്ചിട്ടാണ് ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനൊരു പ്രത്യേകിച്ച് ഒരു പരീക്ഷണ വസ്തുവായി പോയി. അപ്പോൾ ഞാൻ കിച്ചു റെസിപ്പി അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് പറ്റാവുമ്പോൾ അതിന്റെ റിവ്യൂ പോലെയോ അല്ലെങ്കിൽ അത് എങ്ങനെയുണ്ട്, അപ്പൊ എനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ ട്രൈ ചെയ്യാലോ. പക്ഷേ ഞാൻ തമാശക്ക് പറഞ്ഞാണ്. അപ്പൊ കിച്ചുവിന്റെ വന്നിട്ട് എല്ലാ റെസിപ്പിയും നല്ല റെസിപ്പിയാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. കാരണം കിച്ചു സക്സസ്ഫുൾ ആയത് മാത്രമാണ് ഷെയർ ചെയ്യാറുള്ളൂ. അതല്ലാണ്ട് കുറെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ട്രൈ ചെയ്തിട്ട് അത് സക്സസ്ഫുൾ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറില്ല. അപ്പോ ഇന്ന് കിച്ചു എന്താണ് കിച്ചുവിന് പറയാനുള്ളതെന്ന് കിച്ചുവിന് പറയട്ടെ. അതെ, ഞങ്ങളപ്പോ ഇന്ന് വന്നിരിക്കുന്നത് വീണ ചേച്ചിയുടെ വീണാസ് കറി വേൾഡ് യൂട്യൂബ് ചലഞ്ച് ഏറ്റെടുത്തിട്ടാണ്. അപ്പൊ ചേച്ചി ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ നല്ലൊരു ഫോറം തന്നെയാണ് ശരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ ചാനലും അതുപോലെ ചേച്ചിയും എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും എന്തൊക്കെ മാറ്റങ്ങൾ ചേച്ചി എൻ്റെ ലൈഫിൽ വരുത്തി എന്നുള്ളതും അതുപോലെ തന്നെ ഞാൻ മൂലം മറ്റുള്ളവർക്ക് കുറച്ച് ഹെൽപ്പ് ഉണ്ടായത് എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഹെൽപ്പ് എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമ്മളുടെ ഈ യൂട്യൂബ് ചാനലും കൊണ്ട് ചില ആൾക്കാർക്ക് വന്നിട്ട് അവരുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റി, എന്നിട്ട് അത് അവർ എങ്ങനെ ഹെൽപ്ഫുൾ ആയി, അപ്പോൾ ആ ഹെൽപ്ഫുൾ എങ്ങനെ ആയി എന്നൊക്കെ ഈ ഒരു ചാൻസിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വീണ ചേച്ചി തന്ന സ്ഥിതിക്ക് കിച്ചു അത് ഷെയർ ചെയ്യണതായിരിക്കും. അതെ, അത് ശരിക്കും പറഞ്ഞാല് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ശരിക്കും അത്ര നാളായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരു വാല്യൂ തോന്നും. ബാക്കിയുള്ളവർ നമ്മൾ കാരണം വേറെ ഒരു സഹായം എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ നമുക്കൊരു വാല്യൂ ആഡ് ചെയ്യാൻ, അവർക്കൊരു മോട്ടിവേഷൻ പോലെ. അപ്പൊ അവരിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തതുപോലെ നമ്മളെ തന്നെ ഒരു മോട്ടിവേറ്റ് ചെയ്യണ നമുക്ക് തന്നെ ഒരു സന്തോഷം കിട്ടുന്ന ഒരു നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അപ്പൊ അതൊക്കെ ഞങ്ങൾ എന്തായാലും ഇവിടെ ചേച്ചിയായിട്ടും നിങ്ങളായിട്ട് എല്ലാവരായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നെന്താണ് കിച്ചു എങ്ങനെയാണത് പറയാൻ ഉദ്ദേശിക്കുന്നത് കിച്ചു എന്ന് പറയട്ടെ. അതെ, ഞാനതൊരു എന്റെ ഇപ്പൊ ലൈഫിലത്തെ ഒരു 4 ഘട്ടങ്ങളായിട്ടാണ് പറയാൻ പോണത്. അപ്പം ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരുടെയും ഒരു ലൈഫിൽ ഒരു നല്ലൊരു കാലഘട്ടം ഉണ്ടല്ലോ, അധികം പണിയൊന്നും ചെയ്യാണ്ട് വീട്ടിൽ സുഖമായിരിക്കുന്ന ഒരു കാലഘട്ടം. ഓർക്കുമ്പോ തന്നെ ഭയങ്കര മധുരമായ ഒരു കാലഘട്ടം എന്നൊക്കെ തോന്നുന്നത് അതാണ്. അതില് ആ ടൈമിലൊന്നും ഞാൻ അങ്ങനെ അടുക്കളയിലൊന്നും അങ്ങനെ കയറലൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ തന്നെയാണ് എല്ലാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അമ്മ ഉണ്ടാക്കി വെക്കുന്നത് എടുത്ത് കഴിക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ അമ്മ അത് കൂടിപ്പോയി ഇത് കൂടിപ്പോയി എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കമന്റ്സ് പറയാ. എന്നിട്ട് അത് ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ അനിയത്തി ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്നിട്ടാണ് പറയാ. എൻ്റെ അമ്മ ടീച്ചറാണ്. അപ്പം മാത്രമല്ല അപ്പോൾ അമ്മ ഭയങ്കര ബിസി ഷെഡ്യൂളാണ് ശരിക്കും പറഞ്ഞാൽ. കാലത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങളും അമ്മയൊക്കെ കൂടി സ്കൂളിൽ പോവാ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ ഉണ്ടാക്കണേനെയാണ് ഈ കുറ്റം പറയാൻ നിൽക്കുന്നത്, കമന്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ശരിക്കും ദേഷ്യം വരാറുണ്ട്. ഉണ്ടാക്കി വെച്ചത് മര്യാദയ്ക്ക് കഴിച്ചിട്ട് ഇട്ട് പൊക്കാൻ പറയാറമ്മ. അതെങ്ങനെ അമ്മ രാവിലെ പുലർച്ചയ്ക്ക് എണിച്ച് ഉണ്ടാക്കിയതാണ് കുറ്റം പറയുന്ന മക്കള് കൊള്ളാം. അതെ, പക്ഷെ അമ്മ സൂപ്പർ കുക്കാണ്. അമ്മ ഉണ്ടാക്കുന്നതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരാളും കുറ്റം പറയില്ല, അത്രയും ടേസ്റ്റ് ആണ്. അപ്പൊ ഈ കുറ്റം പറഞ്ഞ അമ്മ എന്താ പറയാ? കുറ്റം പറയുന്നതെന്ന് പറയുന്നത് നമ്മള് വെറുതെ കുറ്റമൊന്നും ഇല്ല ശരിക്കും പറയാം. അമ്മേനെ വെറുതെ ചെറിയാനായിട്ട് അമ്മ ദേഷ്യപ്പെട്ട് കാണാൻ വേണ്ടിട്ട് പറയുന്നതാ. ഇടയ്ക്ക് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിധം മാറാറുണ്ട്. പക്ഷെ ഇടയ്ക്ക് അമ്മ പറയും. ഇപ്പൊ ഞങ്ങള് ഇങ്ങനെ കുറ്റം പറയുന്ന പറയുമ്പോ അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലൊന്നും പറയില്ല, കഴിച്ചു കഴിഞ്ഞിട്ടാ പറയാറുള്ളൂ. കഴിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കിട്ടില്ലല്ലോ, അങ്ങനത്തെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ടൈം അങ്ങനെ നല്ല അടിച്ചു പൊളിച്ച് അമ്മ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ കഴിച്ച് നല്ല രസിച്ച് നല്ല സുഖമായിട്ട് പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നത്. പിന്നെ ഒരു ഡിഗ്രി ഒക്കെ ആയപ്പോ ആ സമയത്തൊക്കെ ഞാൻ അമ്മേനെ ചെറുതായിട്ടൊക്കെ ഒന്ന് സഹായിക്കാനൊക്കെ തുടങ്ങി. ചെറുതായിട്ടെന്ന് വെച്ചാൽ വല്ലാണ്ട് അങ്ങനെയല്ല, അയ്യോ അത്രയ്ക്കൊന്നും വളർന്നില്ല ഞാൻ. അത് ജസ്റ്റ് കറിക്കുള്ള ഐറ്റംസ് ഒക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക, അതുപോലെ പാത്രം കഴുകുക, ഇങ്ങനെയുള്ള കാര്യങ്ങള് ഹെൽപ്പറായിട്ട് എടുത്തു അമ്മ.
അധികം അങ്ങനെ കയറ്റി നിർത്തില്ല കേട്ടാ അടുക്കളയിലൊക്കെ. അടുക്കളയിൽ അധികം കയറ്റിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആന കരിമ്പ് തോട്ടത്തിൽ കയറി അവസ്ഥയൊക്കെ വേണ്ട മൂടിപ്പിക്കും. അപ്പൊ അമ്മയ്ക്ക് തന്നെ ഒരു പണിയാവും മോളിനെ അടുക്കളയിൽ കയറ്റിയ. അതുകൊണ്ടാണ് അമ്മ ഓട്ടിക്കുന്നത്. അങ്ങനെ പിന്നെ അത്യാവശ്യം താളിക്കാൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി പെട്ടെന്ന്. ഇപ്പൊ അതുപോലെ അതെന്താ വെച്ചാൽ ഈ ചോറൊക്കെ വെക്കാനൊക്കെ പഠിച്ചു. ചോറ് എങ്ങനെയാണ് മുട്ട പൊരിക്കുക, അതുപോലെ മറ്റേ ചമ്മന്തി, അങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് ഒക്കെ പഠിച്ചു. പിന്നെ അധികം നിർത്തിയില്ല, ഞാൻ പറഞ്ഞില്ലേ ആകെ പാത്രങ്ങളൊക്കെ വലിച്ചിട്ടിട്ട് ആകെ കുളമൊക്കെ വേണ്ട ഓടിപ്പിക്കും. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ PGക്ക് ചേർന്നപ്പോ PG ആയപ്പോ പിന്നെ കോയമ്പത്തൂരായിരുന്നു. കോയമ്പത്തൂര് ഫുൾ ഹോസ്റ്റലായിരുന്നു. പിന്നെ അപ്പൊ പിന്നെ അവിടെ നിന്ന് പിന്നെ പുറത്തുനിന്ന് അല്ലെങ്കിൽ മെസ്സിൽ നിന്നൊക്കെ ആയിരുന്നു ഭക്ഷണം. പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്കിങ്ങിന്റെ ഒന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം മോള് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഹോസ്റ്റലിൽ നിന്ന് വരണല്ലേ പാവം എന്ന് വെച്ചിട്ട് അമ്മ നല്ല സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പൊ പിന്നെ ഞാൻ അമ്മയുടെ സ്പെഷ്യലിനും കാര്യങ്ങളൊക്കെ ഉള്ള കമന്റ്സ് പറയലൊക്കെ നിർത്തിയിട്ട് അയ്യോ എങ്ങനെ ആപ്പി പിടിച്ചിട്ട് കഴിക്കായിരുന്നു. അവിടെ കോയമ്പത്തൂർ ആയതുകൊണ്ട് ഫുഡ് ആയതുകൊണ്ട് അവള് മനസ്സിലായി നമ്മുടെ ഫുഡ് തന്നെയാണ് ബെസ്റ്റ്. അമ്മയുടെ ഫുഡിന്റെ ആ ഒരു ശരിക്കും തിരിച്ചറിഞ്ഞത് അത് അവിടെ പോയപ്പോഴാണ് മഹത്വം മനസ്സിലായത്. പിന്നെ ഒരു കമന്റ്സ് ഒന്നും പറയില്ലേ, അമ്മ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ കഴിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പക്ഷെ ആ ടൈമൊക്കെ ആയപ്പോഴും ഞാൻ കുക്കിംഗ് ഒക്കെ പകുതി മറന്നുപോയി. കുക്കിംഗ് അത്ര അറിയുന്നല്ല പറയുന്നത്, അത്യാവശ്യം എനിക്ക് അറിഞ്ഞിരുന്ന കാര്യങ്ങളുണ്ടല്ലേ നേരത്തെ പറഞ്ഞു. ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോകുന്നതില്. അങ്ങനെ പിന്നെ PG ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് അപ്പോഴേക്കും പിന്നെ കല്യാണാലോചനകളൊക്കെ തുടങ്ങി. അപ്പൊ പിന്നെ വീട്ടുകാരെല്ലാരും പറഞ്ഞു നീ കുക്കിംഗ് ഒന്നും അറിയാണ്ട് എങ്ങനെയാണ് നീ വേറൊരു വീട്ടിൽ കെട്ടിപ്പോയിട്ട് നീ ജീവിക്കാന്ന് പറഞ്ഞിട്ട് ചീത്തയൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ എനിക്കും അങ്ങനെ വീട്ടിൽ കുറച്ച് ഇരുന്നപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വന്നു കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. കാരണം അമ്മ കാലത്ത് സ്കൂളിൽ പോകും. പിന്നെ എൻ്റെ ഒരു സാമ്രാജ്യമാണല്ലോ അവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അമ്മ വരുമ്പോഴേക്കും ക്ലീൻ ആക്കി കൊണ്ടു വെച്ചാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ കുക്കിംഗ് ഒക്കെ ഞാൻ ചെറുതായിട്ട് പരീക്ഷണങ്ങളൊക്കെ തുടങ്ങി. പിന്നെ അമ്മ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. മീൻകറി വെക്കാൻ, അതുപോലെ ചിക്കൻ ഒക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മീൻകറി ചിക്കൻ കറി ഒക്കെ. അപ്പൊ അതൊക്കെ വെക്കാനായിട്ട് ഞാൻ പഠിച്ചു. അത് പഠിച്ചു എന്ന് പറയാൻ അമ്മ ജസ്റ്റ് പറഞ്ഞു തന്നു, അത് അങ്ങനെ പഠിച്ചു. അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒന്നല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഉപ്പൂടും, അല്ലെങ്കിൽ മുളക് പൊടി കൂടും, അല്ലെങ്കിൽ മഞ്ഞക്കുത്തടിക്കും, ഇങ്ങനത്തെ ഒക്കെ കംപ്ലൈന്റുകൾ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇപ്രാവശ്യം ഇപ്പൊ അമ്മയ്ക്ക് മോളിനെ കുറ്റം പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അതെ, സാഹചര്യം കർമ്മ. അങ്ങനെ അതെ, അത് കഴിച്ചിട്ട് പറയാറുണ്ട്. ഈ ആ സമയത്ത് ഒന്നില്ലെങ്കിൽ ആ മഞ്ഞപ്പൊടിയൊക്കെ കുറെ ഇടും. ഈ മുളക് പൊടി ഉള്ള പോലെയൊക്കെ മഞ്ഞപ്പൊടിയൊക്കെ എടുത്ത് വാരിയിട്ടെ വായ വെക്കാൻ കൊള്ളില്ല മഞ്ഞക്കുത്തടിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മുളക് പൊടി കൂടുതലിടും ഇടയ്ക്ക്, അല്ലെങ്കിൽ ഉപ്പ് കൂട്ടിയിടും. മുളക് പൊടി കൂടുതലിടുമ്പോഴുണ്ട് അതിന്റെ രീതി അവള് പറയാറ്, നീ മനഃപൂർവ്വം ഇടുന്നതല്ലേ, ഞാൻ കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം കൂട്ടിയിരുന്നതല്ലേ എന്നൊക്കെ പറയാറുണ്ട്. ശരിയാണോ? അല്ല, ആക്ച്വലി എനിക്ക് പറ്റിപ്പോണതാ, ആ റീഡായിരുന്നില്ല കറക്റ്റ് അളവ്. പക്ഷെ പിന്നെ പിന്നെ വെച്ച് അത് കറക്റ്റ് ഏകദേശം കറക്റ്റ് ആയി വന്നു. അതുപോലെ പിന്നെ ഞാൻ കുറച്ച് ഈ കേക്ക് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിരുന്നു. ബിരിയാണി അതൊക്കെ ആദ്യമൊക്കെ ഭയങ്കര ഷോക്കായിരുന്ന അവസ്ഥ, ആകെ അടിപിടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്റെ മെയിൻ ആയിട്ട് അന്ന് മജു ഉണ്ടായിരുന്നില്ലല്ലോ, മജുവിന് പകരം ഞാൻ അന്ന് മെയിൻ ആയിട്ട് എന്റെ ഫുഡൊക്കെ പരീക്ഷ കൊടുത്തിരുന്നത് എന്റെ അനിയത്തിക്കും. എന്റെ അനിയനുണ്ട്, എന്റെ വെല്ലുമേട മോൻ ജിഷ്ണു, അവനും വേഗം വിളിച്ചു വരുത്തവൻ വേഗം വരും. പിന്നെ എന്ത് ഭക്ഷണം എന്ത് ഉണ്ടാക്കിയാലും വിളിക്കുമ്പോ അവൻ വേഗം വരും. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കാണ് ഞാൻ മെയിൻ ആയിട്ട് കൊടുക്കാറ്. ഇവർക്ക് ഇത് കൊടുത്തായിട്ട് കഴിച്ച അഭിപ്രായമൊക്കെ പറയും, കറക്റ്റ് നല്ലതാണ് നല്ലതെന്ന് പറയാം, അല്ലെങ്കിൽ ചീത്തയാണെച്ചാൽ കറക്റ്റ് പോലെ പറയും, ഇത് രസമില്ല ചേച്ചി, ഇതിൽ ഉപ്പ് കൂടി അല്ലെങ്കിൽ അങ്ങനെ കൂടി ഇതൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയമായിരുന്നു. അങ്ങനെ പതുക്കെ ഞാൻ കുറച്ചൊക്കെ പഠിച്ചു. അത്യാവശ്യം ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഇത് എനിക്കായി. ഒരു ജസ്റ്റ് ഒരു ബേസ് ഫോം ചെയ്തു. അത്യാവശ്യം കെട്ടിച്ചു വിട്ടാലും അവിടെ പോയിട്ട് അത്യാവശ്യം ഇങ്ങനെ നാണം കെടാണ്ടൊന്നും പിടിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാന്നുള്ളതിൽ പിടിച്ചു നിൽക്കാനായിട്ട്. എന്നാലും ഭയങ്കര പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുള്ളത് ഈ കുക്കിംഗ് പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈമില്, ആ സമയത്ത് പറ്റിയിട്ടുള്ള കുറച്ച് മണ്ടത്തരങ്ങൾ എന്ന് പറയുന്നത്, ഞാനൊരു വട്ടം ഇതേപോലെ കേക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ചോക്ലേറ്റ് കേക്ക് എന്തോ ആണ് അന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ബാറ്റർ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഓവനിൽ വെച്ചിട്ട് അങ്ങോട്ട് വെച്ച് അവിടെ ഇരുന്നു. അവസാനം കേക്ക് ഉദ്ദേശിച്ചിട്ട് കയ്യിൽ കിട്ടിയത് റസ്ക് ആയിപ്പോയി, ചോക്ലേറ്റ് റസ്ക് ആയിപ്പോയി. അപ്പൊ ഇങ്ങോട്ട് ചെയ്തോട്ടെ ചേച്ചി, ഞാൻ ചോക്ലേറ്റ് റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതുപോലെ എന്റെ അച്ഛൻ ഇവിടെ യുഎയിലുണ്ട്. അച്ഛൻ നാട്ടിൽ വന്നിരിക്കുന്ന ടൈമില് ഇതേപോലെ അച്ഛനും അമ്മയും കൂടിയിട്ട് എങ്ങോട്ടോ പോയിട്ട് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു തന്നു.
മീനൊക്കെ വാങ്ങിക്കൊണ്ടിട്ട് എന്നോട് പറഞ്ഞു നീ ഇത് ഉണ്ടാക്കി വെക്കി, ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം. അപ്പോഴേക്കും ഞാൻ കുറച്ച് അത്യാവശ്യം വെക്കാനൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു മീൻകറി. അപ്പൊ ഇത് ഉണ്ടാക്കി വെക്ക്, ഞങ്ങൾ പുറത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് പോയി. ഞാനപ്പോ ഇത് പറഞ്ഞ പോലെ തന്നെ ക്ലീനായി ചെയ്ത് ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റൂമിലൊന്ന് പോയിട്ട് കിടന്നു. കിടന്നായപ്പോ പിന്നെ ഉറങ്ങിപ്പോയി. അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്ന മീനും അത് കുറെ മീനൊക്കെ ഉണ്ടായിരുന്നു. മീൻ എന്തായെന്ന് ചോദിച്ചാല് കുറച്ച് കഴിഞ്ഞ് ഞാൻ എനിക്ക് നോക്കിയപ്പോ ഫുൾ പൊക, അടുക്കളയുടെ ഭാഗത്ത് നോക്കി ഭയങ്കരമായിട്ട് പുക ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അടുക്കള ചെന്ന് നോക്കിയപ്പോ മൊത്തം പുകയായിട്ട് ആ മീൻ ചട്ടിയിൽ നോക്കിയപ്പോ സമാധാനായി. ഒരു മീൻ പോലും ബാക്കിയില്ല, ഒക്കെ കരിഞ്ഞു പോയി. പാവ അച്ഛൻ നാട്ടില് ലീവില് വന്ന് എന്തെങ്കിലും അടിപൊളി ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന. അതെ, മീനൊക്കെ കരിഞ്ഞു പോയി. പിന്നെ നമ്മ അടുക്കള കേട്ടാറുണ്ടായിരുന്നു. കുറച്ച് ദിവസത്തേക്ക് ഞാൻ കേറില്ല, അപ്പൊ അത് കൂടെ ആണെങ്കിൽ പോയില്ല. കാരണം നമുക്ക് നമ്മുടെ ജീവനിൽ പുതിയുണ്ടാവില്ല. പിന്നെ അങ്ങനെ പിന്നെ ഒരു വട്ടം ഇതുപോലെ അമ്മേടെ അടുത്ത് ഞങ്ങള് ചെട്ടിനാട് മീൻകറി ട്രൈ ചെയ്ത് നോക്കട്ടേന്ന് ഞാനും അനിയത്തിയും കൂടിയിട്ട്. അത് ഞങ്ങൾക്ക് അന്നൊരു അമ്മ ഒരു വലിയൊരു ബുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാനിങ്ങനെ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ തുടങ്ങിയപ്പോ അമ്മ ഒരു കുക്കറിയുടെ ഒരു ബുക്ക്, ഒരു വലിയൊരു ബുക്ക് അമ്മയുടെ സ്കൂളിൽ ആരോ വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയിട്ട് പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ചെട്ടിനാട് മീൻകറി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്നിട്ട് ചട്ടി അങ്ങോട്ട് ചൂടാക്കി വെച്ച് കൊടുത്തു. അമ്മ പറയും നിങ്ങൾ കുക്ക് ചെയ്തിട്ട് റെഡി ആയതിനു ശേഷം എന്നെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അമ്മ ബാക്കിയുള്ള പണികൾക്കൊക്കെ പോയി. അപ്പൊ ചട്ടി അങ്ങനെ ഞങ്ങളൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ എന്ന് വെച്ചിട്ട് ഗ്യാസ് വെച്ചിട്ട് അങ്ങോട്ട് ചൂടാക്കി അങ്ങോട്ട് കൊടുത്തു. ചട്ടി ചൂടായി ചട്ടിനെ നടക്കുന്ന ഒരു കഷ്ണം പൊട്ടി നേരെ കടന്ന് എത്തിക്കുള്ളൂ. ചട്ടി വരെ ചീത്ത വിളിച്ചു. അതെ, ചട്ടി വരെ പ്രതിഷേധിച്ചു. പിന്നെ അതുപോലെ വേഗം ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം ആ വഴിക്ക് പോയില്ല. അതുപോലെ തന്നെ അതായിട്ട് അമ്മേനെ നല്ലൊരു ചട്ടി നശിപ്പിച്ചു കൊടുത്തു. അമ്മ പുതിയ ചട്ടി എന്നൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബുക്ക് വാങ്ങിക്കൊടുത്തിട്ടാണ് ഈ ഒരു അനുഭവം മനസ്സിലാക്കണം. നോട്ട് പോയിന്റ്. ബുക്കിൽ പക്ഷെ ചട്ടി ഇത്ര നേരം ചൂടാക്കണം അങ്ങനെയൊന്നും പറയില്ലല്ലോ. ബുക്കിനാണ് കുറ്റം. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ അബദ്ധങ്ങൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. കൊറേ ഉണ്ടാവും മറന്നു പോകാൻ സാധ്യതകളുണ്ട്. ശീലായില്ല, എല്ലാവർക്കും ശീലായി. അതെ, കൊറേ ഉള്ള കാരണം കറക്റ്റ് ഓർമ്മിച്ചപ്പോ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയത് ഇപ്പൊ. പിന്നെ ഓഗസ്റ്റ് 17, 2017 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഞങ്ങളുടെ ഒരു പ്യൂർ ഒരു അറേഞ്ച് മാരേജ് ആണ്. അതെ, മജു പാലക്കാടാണ്, ഞാൻ തൃശ്ശൂരാണ്. അപ്പൊ അങ്ങനെ സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നപ്പോ എല്ലാം ഒരു ശരിയായി. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇങ്ങനെ കുക്കിംഗ് ആ ഇനീഷ്യൽ സ്റ്റേജിലായിരുന്നു കുക്കിങ്ങിന്റെ ഒക്കെ. അതെ, അറിയാന്ന് വെച്ചാല് ഇതുപോലെ മീൻകറി ചിക്കൻ കറി ഒക്കെ തിരക്കേടില്ലാണ്ട് വെക്കാൻ അറിയാം. അപ്പൊ ഈ കല്യാണം ആയപ്പോൾ ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ വീട്ടിലൊക്കെ പോയിട്ട് എങ്ങനെ വെക്കുമ്പോ നമ്മള് നാണം കിടാൻ പാടില്ലല്ലോ. അപ്പൊ അത് മാത്രമേ അറിയണ്ടായിരുന്നു. എനിക്ക് വെജിറ്റബിൾസ് അപ്പം സാമ്പാർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. നോണാണ് എന്റെ ഫേവറേറ്റ്. മജുവിന് നോൺ ഇഷ്ടം തന്നെയാ. അപ്പൊ അതും എനിക്ക് അറിയണ്ടായിരുന്നു. ഈ സാമ്പാർ, തോരൻ, അവിയല് അതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല, തീരെ അറിയണ്ടായിരുന്നില്ല. അതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ കല്യാണം ഉറപ്പിച്ച ടൈമില് എന്റെ അമ്മ മജു വിളിച്ചപ്പോ എന്റെ അമ്മ പറഞ്ഞതാ, മോനെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. അല്ല, എന്നിട്ട് ഇവിടെ UAE വന്ന സമയത്ത് എന്തായാലും അമ്മ ഇങ്ങനെ പറഞ്ഞല്ലോ അവൾക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കഷ്ടപ്പെട്ട് ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ച് ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്തു. അതെ, ഫസ്റ്റ് ഇവിടെ വന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് കുക്ക് ചെയ്ത് തരാ ചെയ്താ. ഫസ്റ്റ് ചെറുപയർ കറി വെച്ചിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ചെറുപയർ കറി എന്തോ കഷ്ടകാലത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങളിവിടെ വന്നിട്ട് ഉണ്ടാക്കിയത്, ഞാനല്ല ഉണ്ടാക്കിയത്, മജുവാണ് ഉണ്ടാക്കിയത്. ചെറുപയർ കറി ഉണ്ടാക്കി തന്നു. പിന്നെ അതിനുശേഷം നമ്മള് മീൻകറി, അതും മജു തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മീൻകറി ട്രൈ ചെയ്തു. പിന്നെ ഒരിക്കൽ കിച്ച് വെച്ചപ്പോ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഏറ്റെടുത്തു. കിച്ച് വെച്ചു. അപ്പൊ കിച്ച് വെച്ചപ്പോ കിച്ചുവിന് നല്ല കൈപ്പുണ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്തിനാ വെറുതെ വെച്ചിട്ട് ഞാൻ എന്റെ ഇമേജ് ഞാൻ തന്നെ എന്തിനാ കളയുന്നത് എന്തിനാ വിചാരിച്ചു. പിന്നെ ഞാൻ അങ്ങനെ യൂട്യൂബില് സെർച്ച് ചെയ്യാനും ഇതിലൊക്കെ തുടങ്ങി. കാരണം വേറെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ മജുവിന്റെ വീട്ടിലായാലും അമ്മയുണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് തന്നെയാണ്. ഇപ്പൊ എന്റെ വീട്ടിലായാലും എന്റെ അമ്മയുണ്ടെങ്കിൽ ഒരു ഹെൽപ്പാണ് നമുക്ക്. അപ്പൊ നമുക്കത് നമ്മളങ്ങനെ യൂട്യൂബിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് അമ്മമാരോട് ചോദിച്ചിട്ട്
ചെയ്യാൻ പറ്റും എളുപ്പമായിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആരുമില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ. മജു ആണെങ്കിൽ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് സമയം കിട്ടും. അങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് പഠിക്കാൻ തുടങ്ങി കറക്റ്റായിട്ട്. അപ്പൊ അങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്ത് ഞാൻ ഫസ്റ്റ് കണ്ടത് വീണ ചേച്ചിയുടെ സാമ്പാറാണ്. മറ്റേ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാർ എന്ന് പറഞ്ഞിട്ട് സാമ്പാർ. അതിന്റെ അത് ഞാൻ നോക്കിയപ്പോ ചേച്ചിക്ക് 1 million വ്യൂസ് അതെ, കൺഗ്രാറ്റ്സ്. അപ്പൊ അതാണ് ഞാൻ ഫസ്റ്റ് ചേച്ചിയുടെ അതിൽ നോക്കിയത് റെസിപ്പി. പിന്നെ എന്നിട്ട് ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അതേ തന്നെ ചേച്ചി പറഞ്ഞ രീതിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് അത് നന്നായിരുന്നു. അത് മജു എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിരുന്നു. അതുപോലെ പിന്നെയുള്ള അങ്ങോട്ടുള്ള എന്റെ എല്ലാ കറികളും, എന്റെ വെജിറ്റേറിയൻ ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ കറികളും ഞാൻ ചേച്ചിയുടെ കയ്യിൽ നോക്കി പഠിച്ചതാണ്. എനിക്ക് പൊതുവെ നോൺ വെജ് ഇഷ്ടമാണ്. അത് കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞാൻ പഠിച്ചത് മീൻകറിയും ചിക്കൻ കറിയും വെക്കാനാണ്. അത് എനിക്ക് മീൻകറിയിൽ തന്നെ വെറൈറ്റീസ് ഒന്നും അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി മാത്രമേ എനിക്ക് വെക്കാൻ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ചെട്ടിനാടൊക്കെ വെക്കാൻ പോയ അവസ്ഥ ഞാൻ പറഞ്ഞില്ലത്. പിന്നെ ചേച്ചിയുടെ കൈ നോക്കിയിട്ട്, ചേച്ചിയുടെ ഈ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ഞാൻ പഠിച്ച് എടുത്തതാണ് ബാക്കി എല്ലാ കറികളും. പിന്നെ ഞങ്ങൾ ഓണത്തിനും അതുപോലെ വിഷു അതിനൊക്കെ ഞങ്ങൾ ഇവിടെയുള്ള ടൈമിൽ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്തിട്ട്, ചേച്ചിയുടെ റെസിപ്പീസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ തന്നെ കുക്ക് ചെയ്തിട്ട് ഞങ്ങൾ സദ്യയൊക്കെ റെഡിയാക്കാറുണ്ട് അവിടെ. ഞങ്ങളൊരു സദ്യയൊക്കെ റെഡിയാക്കിണ്ടായിരുന്നു. കിച്ചുവിന്റെ അച്ഛൻ ഇവിടെ ഉണ്ട്. അപ്പൊ അച്ഛനും എല്ലാവരും കൂടി വന്നിട്ട് ഒരു നല്ലൊരു സദ്യ, കുറെ കറികളൊക്കെ ആയിട്ടൊരു വെറൈറ്റി ആയിട്ട് നമ്മളൊരു സദ്യയൊക്കെ റെഡിയാക്കിണ്ടായിരുന്നു. നന്നായിരുന്നു, അത് എല്ലാവരും നന്നായിരുന്നു പറഞ്ഞിട്ടായിരുന്നു സദ്യ. പിന്നെ അതുപോലെ പായസം, ചേച്ചി പാൽപ്പായസം, പാൽപ്പായസം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്പലപ്പുഴ പാൽപ്പായസം. അമ്പലപ്പുഴ പാൽപ്പായസം അല്ല, അതല്ല അതന്നെ ചേച്ചി അതിനാണോ അറിയില്ല, എന്തോ ചേച്ചി ഉണ്ടാക്കിയത് അതന്നെ അമ്പലപ്പുഴ പാൽപ്പായസം തന്നെ. അത് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മറ്റേ കുക്കറിൽ വെച്ചിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ കളർ മാറും. ഞാനിപ്പോ കളർ മാറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനതിനെ വേറെ മറ്റേ മല്ലിക സുകുമാരൻ ആ മാമിന്റെ ഒരു വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയിട്ട് ഡിഫറെന്റ് ആയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തൊന്നുണ്ടാക്കി നോക്കി. പക്ഷെ അത് നന്നായിരുന്നു കേട്ടോ. അതെ. പിന്നെ അതുപോലെ പിന്നെ മറ്റേ പൈനാപ്പിൾ കറി അതൊക്കെ ചേച്ചിയിലൊക്കെ നോക്കിയിട്ടല്ലോ നമ്മള്. ഇവിടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ ഞങ്ങള് ചേച്ചിയുടെ റെസിപ്പീസ് ഒക്കെയാണ് ട്രൈ ചെയ്യുക. ഇവിടെ പുതുതായിട്ട് ആര് വരുന്ന വെച്ചാലും ഞാൻ ചേച്ചിയുടെ റെസിപ്പി നോക്കിയിട്ടാണ് അവർക്ക് ട്രൈ ചെയ്ത് കൊടുക്കാറ്. അപ്പൊ ആരെങ്കിലും വരുമ്പോ ആ തലേ ദിവസം തന്നെ ചേച്ചിന്റെ എല്ലാ വീഡിയോയും കണ്ട് ചേച്ചി എന്തൊക്കെ അതിൽ ഇട്ടിട്ടുണ്ട് ചേച്ചി കറക്റ്റ് ആയിട്ട് പറയും. ചേച്ചി എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാനായാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്കൊന്നും അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ ഇതായിട്ട് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ചേച്ചി ശരിക്കും പറയാൻ കറക്റ്റ് ആയിട്ട് നമ്മളൊരു ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ചേച്ചി പറയും. അതാണ് ആക്ച്വലി അതിന്റെ ഒരു സക്സസ്. എനിക്ക് തോന്നിയിരിക്കുന്നത് അതാണ്. നമ്മൾ എത്ര സിമ്പിൾ ആയിട്ട് നമ്മളൊരു കൊച്ചു കുട്ടിക്ക് ഇത്ര അളവ് ഇത്ര ഇത് ചേച്ചി പറയുന്ന ആ കറക്റ്റ് അളവും കാര്യങ്ങളും അനുസരിച്ച് നമ്മള് കറി വെക്കുകയാണെങ്കിൽ പക്കായിരിക്കും കറി. അത്രയും ടേസ്റ്റിയാണ് ശരിക്കും പറഞ്ഞാല്. അയ്യോ എന്താ പറയാ, ഈ കറിക്കൂട്ടുകൾ എല്ലാ കാര്യങ്ങളും ചേച്ചി ഇത്രയ്ക്ക് അളവ്, ഇത് ഇത്ര അളവ്, ഇത് യൂസ് ചെയ്യാൻ പാടില്ല, ഇതിനേക്കാൾ നല്ലത് ഇങ്ങനെയാണ്, അങ്ങനെ ഒരുവിധം എല്ലാതും നമുക്ക് ചേച്ചിയുടെ ഒരു യൂട്യൂബിലത്തെ ഒരു വീഡിയോ എടുത്ത് ഇപ്പൊ നമ്മുടെ ഒരു കറിയുടെ വീഡിയോ എടുത്ത് കാണുകയാണെങ്കിൽ പിന്നെ നമ്മളത് മറക്കില്ല. കാരണം അത്രയും അച്ചിട്ട് ചേച്ചി പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും. അതാണ് ആ ചാനലിന്റെ ശരിക്കും ഒരു സക്സസ്. നമ്മളൊരു കൊച്ചു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ പോലെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണെങ്കിൽ നത്തിങ്. അതെ. അപ്പോ അതാണ് അതിന്റെ ഒരു അപ്രോച്ച്. അപ്പോ ശരിക്കും അപ്പോ എല്ലാം ഈ ചേച്ചിന്റെ ഇത് കൊണ്ടാണ് കിച്ചുവിന് നിങ്ങളിൽ കുക്കിംഗ് എന്നൊരു പാഷൻ വരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയത്. എനിക്ക് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വന്നപ്പോ വേറെ ആരും അധികം ചോദിക്കാറില്ല. അപ്പൊ ശരിക്കും ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ ശരിക്കും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആകെ മീൻകറി ചിക്കൻ കറി മാത്രമേ വെക്കാറില്ലാന്നുള്ളൂ മര്യാദക്ക് കുഴപ്പമില്ലാത്ത വിധത്തില്. അതിന്റെ തന്നെ വെറൈറ്റീസ് ഒക്കെ ഞാൻ പഠിച്ചതും അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ വെജിറ്റബിൾ കറികളിലായാലും ഉള്ള വെറൈറ്റീസും കാര്യങ്ങളും എല്ലാം തോരനും അതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചത് ചേച്ചിയുടെ കയ്യിൽ നിന്നാണ്. അതുപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കാനും ഈ നമ്മുടെ കാലത്ത് നമ്മുടെ പലഹാരങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചത് ചേച്ചിയുടെ കയ്യിലാണ്. കാരണം എനിക്ക് എന്റെ കല്യാണത്തിന് മുമ്പ് ജസ്റ്റ് പുട്ട് മാത്രമേ ഉണ്ടാക്കാൻ അറിയണ്ടായിരുന്നുള്ളൂ. പുട്ടും ഒരു സമയത്ത് ഡെയിലി രാവിലെ പുട്ടന്നെയായിരുന്നു, ഫുൾ ടൈം പുട്ട്. അതും പുട്ടിടയ്ക്ക് വെള്ളമൊക്കെ കൂടി പോവാറുണ്ട് കേട്ടോ, അതിലേക്ക് ചീറ്റി പോവാറുണ്ട്. അതെ, ഇടയ്ക്ക് ചീറ്റി പോവാറുണ്ട്.
ഒക്കെ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് എല്ലാം ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊരു വിശ്വാസം ഉണ്ട്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇപ്പൊ കുക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. കാരണം അതൊക്കെ ചേച്ചിയുടെ ആ ഒരു സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാല്. ചേച്ചിയുടെ അതുപോലെ ചേച്ചിയുടെ സംസാരം ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും നമ്മുടെ ആ തൃശ്ശൂര് ആ ഒരു നിലവിലുള്ളൊരു ഇത് ഒക്കെ നല്ല രസമാണ് ശരിക്കും കണ്ടിരിക്കാൻ. അതുപോലെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആയാലും ജാൻ ചേട്ടനായാലും ചേച്ചിനെ ശരിക്കും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞ ആ ഒരു ചാനൽ കാരണം ഇപ്പോ വീണാസ് കറി വേൾഡ് എന്നൊരു ചാനൽ കാരണം ഇപ്പൊ കിച്ചുവിന് പാഷൻ ഡെവലപ്പ് ആയി. ഇപ്പൊ കിച്ചൂസ് കിച്ചൺ എന്ന് പറഞ്ഞ കിച്ചു സ്വന്തമായിട്ട് ഒരു കുക്കിംഗ് ചാനലാണ് തുടങ്ങിയത്. ആ ഒരു വീണാസ് കറി വേൾഡ് എന്നൊരു ചാനൽ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇപ്പൊ ഒരു കിച്ചൂസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു ചാനൽ ഇത്രയും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2017 എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ തൊട്ടാണ് ഞാൻ ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങിയത്. അത് കണ്ടു തുടങ്ങിയപ്പോ തൊട്ട് ഇത്രയും സമയത്തിനുള്ളിൽ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ പറയില്ലേ, എനിക്കൊരു വിശ്വാസം വന്നു പറഞ്ഞില്ലേ, എനിക്ക് കുക്കിംഗ് അറിയാം എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് വന്നതും, അതുപോലെ തന്നെ ഞാൻ സ്വന്തമായിട്ട് ഈ ഇത്രയും നാളുകൊണ്ട് തന്നെ ഇത്രയും നാളുകളുടെ ഇടയിൽ, അതായത് 2017 കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2019 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 2 കൊല്ലം ആവണേ ഉള്ളൂ. ഓഗസ്റ്റിലേക്ക് 2 കൊല്ലം ആവണോ. അതിന്റെ ഇടയിൽ ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ടും പറയുന്നില്ല എങ്ങനെയായിരുന്നു മുമ്പ് കുക്കിങ്ങിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്രയും ഒരു സമയം കൊണ്ട് ഞാനിങ്ങനെ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ ചേച്ചി എത്രത്തോളം എന്റെ ലൈഫിൽ ചേച്ചി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ശരിക്കും. അത് ശരിക്കും ഒരു മോട്ടിവേഷണൽ ഫാക്ടർ ആണത്. ഇപ്പൊ ചേച്ചിന്റെ ചാനൽ കിച്ചുവിനെ ഇത്രയും ഇൻസ്പയർ ചെയ്ത് ഒരു പാഷൻ കൊണ്ടുവന്ന ഒരു ചാനലിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ എന്നെ മാത്രല്ല ശരിക്കും ലക്ഷക്കണക്കിന് ആൾക്കാർ, കൊച്ചു കുട്ടികളെ വരെ ചേച്ചി ശരിക്കും നന്നായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. കാരണം ഇപ്പം എന്താ പറയാ, കുട്ടികളൊക്കെ വീണാന്റിയുടെ ഞങ്ങളവിടത്തൊക്കെ ചെറിയ പിള്ളേരൊക്കെ പറഞ്ഞേക്കാം വീണാന്റിയുടെ എപ്പിസോഡ് കണ്ടു കൊണ്ട് പറയുമ്പോ ഞാൻ സത്യം പറഞ്ഞാല് ഞെട്ടിപ്പോവാറുണ്ട്. ഇത്രയും ചെറിയ കുട്ടികളിൽ വരെ ചേച്ചി ഇത്രയും അധികം ഇൻഫ്ലുവൻസ് ആക്കി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നമ്മളുടെ കിച്ചൂസ് ചാനൽ കണ്ടിട്ട് കുറച്ച് പേര് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവരവരുടെ കമന്റുകളും അവരവരുടെ ഫീഡ്ബാക്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതെ, അത് ഞാനൊരു മറ്റേ ബാച്ചിലേഴ്സ് ഫ്രൈഡ് റൈസ് അതിനൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഒരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ എന്റെ. അപ്പം അത് ഞങ്ങളുടെ നാട്ടിലത്തെ അവിടെ തൃശ്ശൂരത്തെ അവിടെ തൃശ്ശൂർ കരയാമ്പട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തെ ധർമ്മവിലാസം സ്കൂളില് അവിടുത്തെ ടീച്ചേഴ്സ് ആ വീഡിയോ കാണാൻ ഇടയായി. എന്നിട്ട് അവര് ആ റെസിപ്പി അവിടെ ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു, ഒരു ആനുവൽ ഫംഗ്ഷൻ എന്തോ നടന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ കുട്ടികൾക്ക്. അപ്പൊ അവര് അന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തത് അന്നത്തെ മെയിൻ ഐറ്റം നമ്മുടെ ഇതായിരുന്നു, ബാച്ചിലേഴ്സ് എഗ് ഫ്രൈഡ് റൈസ് ആയിരുന്നു അവരന്ന് ഉണ്ടാക്കിയത്. അത് അവര് പറഞ്ഞത് അത് നന്നായിരുന്നു. കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഇത്രയും കുട്ടികൾക്ക് വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും അവർക്ക് നല്ല രുചിയിലൊരു ഭക്ഷണം കൊടുക്കാൻ പറ്റിയൊരു മെനു ആണെന്ന് റെസിപ്പി ആണെന്ന് അവർക്ക് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് അവരത് സെലക്ട് ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർ ആ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ആ കുട്ടികളൊക്കെ കഴിക്കാൻ കാണുമ്പോൾ നമുക്ക് തന്നെ ശരിക്കും ഭയങ്കര ഇൻസ്പയറിങ്. നമുക്ക് തന്നെ നമ്മുടെ കൊച്ചു കുട്ടികൾ വരുന്നിട്ട് അവരവരുടെ കമന്റ് ഒക്കെ പറയുമ്പോൾ ശരിക്കും അത് നമുക്ക് തന്നെ നമ്മളത് ടച്ചിങ് ആയിരുന്നു. അതെ, ശരിക്കും അവര് അതൊക്കെ വെച്ച് കഴിക്കുന്ന കാണുമ്പോ ശരിക്കും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. ഏറ്റവും എന്താ പ്രൗഡ് മൂമെന്റ് എന്നൊക്കെ പറയില്ല നമ്മുടെ ലൈഫിൽ. ശരിക്കും എനിക്ക് ഇത്രയും ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് ശരിക്കും കിട്ടിയപ്പോ അത്രയും അത് ശരിക്കും ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. അത് ഇത്ര ഒരു ഷോർട്ട് ഡ്യൂറേഷൻ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞോ, നമ്മളിപ്പോ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസം പോലും ആയില്ല. ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഇങ്ങനെ ഒരു കിട്ടുമ്പോ നമുക്ക് ശരിക്കും അതൊരു അത് ഇത്രയും കൊച്ചു കുട്ടികൾ അതിന് കഴിക്കുക കാണുമ്പോൾ ശരിക്കും നമ്മുടെ കണ്ണിനായാലും അത് കാണാനായിട്ടൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. അത് അവിടുത്തെ ടീച്ചേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് അതിന്റെ കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ടീച്ചർ സവിത ടീച്ചർ, അങ്ങനെ കുറച്ച് ടീച്ചേഴ്സ് ഒക്കെ. അപ്പോ 4 കാലഘട്ടം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? അപ്പോ അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ നല്ല സുഖമായിട്ട് ജീവിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞില്ലേ, പിന്നെ ഡിഗ്രി ഒക്കെ ആയപ്പോഴത്തെ ഇത് പറഞ്ഞല്ലോ, കുറച്ചൊക്കെ കുക്കിംഗ് അമ്മ സഹായിക്കാനൊക്കെ വിളിച്ചു തുടങ്ങി എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കല്യാണത്തിന്റെ ആ ഒരു സമയം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കിംഗ് ചാനൽ ഇപ്പോൾ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കാലഘട്ടം. അതാണ് നമ്മൾ 4 കാലഘട്ടം ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ വിനീഷ് വ്ലോഗർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ, അതിൽ നമ്മുടെ വിനീഷ് ആള് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അതുപോലെ തന്നെ പെറ്റ്സ് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. ആ ചാനലിലത്തെ നമ്മളെ കൂട്ടുകാരനും ഒരുപാട് മഹേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോ നമ്മളെ ഒരുപാട്
ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കസിൻ ഉണ്ട് അനീഷ ശരത്. അവള് വ്ളോഗർ തന്നെയാണ്. അവള് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ശരിക്കും പറഞ്ഞാൽ കുറെ മോട്ടിവേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കിച്ചൂസ് കിച്ചൻ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത് എനിക്ക് അവളാണ്. അനീഷ ഇപ്പൊ കുറെ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കുറെ വീഡിയോസ് ഒക്കെ ട്രാവലിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താ പറയാ, ഇതിനോട് എല്ലാരോടും മെയിനായിട്ട് വീണ ചേച്ചിയോട്, ശരിക്കും വീണ ചേച്ചിയാണ്. ഇങ്ങനെ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയോണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് വീണ ചേച്ചിയാണ്. കാരണം ഞാൻ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ ഒരു വീണാസ് കറി പോലെ ടച്ച് ഉണ്ടായേക്കാമെന്ന് തോന്നുന്നു. കാരണം ഞാൻ എല്ലാതും പഠിച്ചത് എൻ്റെ ആ ഒരു ഇത് ശരിക്കും ഉറച്ച ബേസ് എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കറക്റ്റ് ഒരു ഇത് നോക്കാതെ നമുക്ക് ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നത്, ബുക്കോ ചാനലോ റെഫർ ചെയ്യാതെ ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നത് എനിക്ക് വീണ ചേച്ചിയുടെ വീഡിയോസ് കണ്ടു തുടങ്ങിയപ്പോഴാണ്. വീണ ചേച്ചി പിന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ചേച്ചി നല്ല സപ്പോർട്ട് തന്നെയാണ്. ചേച്ചി സപ്പോർട്ട് മാത്രം, ചേച്ചി ഇൻസ്പയറിംഗ് ആയിരുന്നു. ചേച്ചിന്റെ ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങി. പിന്നെ ബാക്കി ഇപ്പൊ പറഞ്ഞ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഏകദേശം തുടങ്ങിയിട്ട് 1 മാസം പോലും ആയിട്ടില്ല. ആ ഒരു മാസത്തിനുള്ളിൽ കിട്ടിയ ഫീഡ്ബാക്ക് ആണ് ഇപ്പൊ കിച്ചു ചേച്ചിയായിട്ട് നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുക്കിംഗ് ചാനലൊക്കെ കാണാൻ തുടങ്ങിയത് എന്റെ കല്യാണം കഴിഞ്ഞ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്. കുക്കിംഗ് ചാനലുകളൊക്കെ യൂട്യൂബ് ചാനലുകളൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ഇത്രയും ഒരു ടൈം കൊണ്ട് എനിക്ക് ഇങ്ങനെ സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് വന്നിട്ട് ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് തോന്നിയിട്ട് എനിക്കത് മനസ്സിലായിട്ട് ഞാനിങ്ങനെ എനിക്ക് അറിയാവുന്ന റെസിപ്പി ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആകെ ഒരാളെ അതിന് കാരണക്കാരായിട്ടുള്ളൂ, അത് നമ്മുടെ വീണ ചേച്ചിയാണ്. പിന്നെ ഞാൻ ഭയങ്കര ഒരു കത്തിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുണ്ടോ അല്ലേ? കുറച്ച് ചെറുതായിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ ഞാൻ എന്തായാലും അപ്പോ നമുക്കിപ്പോ എന്തായാലും ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ ഇതിന്റെ കണ്ടിന്യൂവേഷൻ അടുത്ത എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും. ഞാനപ്പോ ചേച്ചിക്കും നമ്മുടെ ജാൻചേട്ടനും പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ബ്രോസിനും എന്റെ കസിനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നാളെ ഒരു ഐറ്റം എന്തായാലും ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും വേണ്ടിയിട്ട്, നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് കിച്ചു ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ ഈ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വീണ ചേച്ചിയും നോക്കണം. ചേച്ചിയുടെ കമന്റ്സ് ഒക്കെ പറയാ. ചേച്ചിക്ക് എന്റെ കുക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ ചേച്ചിയുടെ അഭിപ്രായം അറിയാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. കാരണം ചേച്ചിയിൽ നിന്നാണ് ഞാൻ എല്ലാം പഠിച്ചത്. ചേച്ചിന്റെ അഭിപ്രായം പറയണം. പിന്നെ നമ്മളെല്ലാ വ്യൂവേഴ്സിന്റെയും എല്ലാവരുടെയും അഭിപ്രായം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ കമന്റ്സ് പറയണം. അപ്പൊ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ അടുത്തതിൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം, ഇങ്ങനെ വേറെ ഈ ഒരു മെനു സെലക്ട് ചെയ്യാൻ വേണം എന്തെങ്കിലും നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. കാരണം നിങ്ങളാണ് നമ്മളുടെ സക്സസ്. അപ്പോ നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല. അപ്പോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും വേണം. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യണം. അപ്പോ നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ എന്താണ് കിച്ചു വീണ ചേച്ചിക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും സ്പെഷ്യൽ ആയിട്ട് എന്താ കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം എന്തായിരിക്കും നമുക്ക്. അപ്പൊ എനിക്ക് ആകാംക്ഷയുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്റെ അടുത്തും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തോ സ്പെഷ്യൽ ഉണ്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി അടുത്തൊരു എപ്പിസോഡ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ബൈ. അപ്പൊ see you.